Good morning. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി സെക്ഷൻ പേജ് 166 തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദി പിക്ചർ ഷോസ് ദി ടാൻജൻസ് അറ്റ് 2 പോയിന്റ്സ് ഓൺ എ സർക്കിൾ ആൻഡ് ദി റേഡിയസ് ത്രൂ ദി പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്. പ്രൂവ് ദാറ്റ് ദി ടാൻജൻസ് ഹാവ് ദി സെയിം ലെങ്ത്. ഞാൻ അതിന് പേര് കൊടുത്തു. പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് എയും ബിയും, എക്സ്റ്റേണൽ പോയിന്റിന് പി എന്നും സെൻറ്ററിന് ഒ എന്നും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി എ ഈസ് ഈക്വൽ ടു പി ബി എന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് ഒ പി ജോയിൻ ചെയ്തു. നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രയാങ്കിൾ എടുത്തിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു അല്ലേ? അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ട്രയാങ്കിൾസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ ട്രയാങ്കിൾസിൽ ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. അതിൻ്റെ റീസൺ എന്താ? ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ. ഒരേ സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിൻ്റെ റീസൺ എന്താ? ടാൻജൻറ്റും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കൂടിയുള്ള റേഡിയസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആ റീസൺ ബ്രാക്കറ്റിൽ എഴുതണം. അപ്പോൾ ആംഗിള് 90 ഡിഗ്രി, ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. ഇനി ഒ പി എന്ന സൈഡിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ദി കോമൺ സൈഡ് ടു ദീസ് 2 ട്രയാങ്കിൾസ് അല്ലേ? ഒ പി ഇസ് ദി കോമൺ സൈഡ് ഓഫ് ട്രയാങ്കിൾ ഒ എ പി ആൻഡ് ട്രയാങ്കിൾ ഒ ബി പി. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾസ് എന്താണെന്ന് പറയാം? ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അതായത് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ട്ന്യൂസും ഒരു സൈഡും ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറയുന്ന തിയറം. 2 ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ദെയർഫോർ പി എ ഇസ് ഈക്വൽ ടു പി ബി. നമ്മൾ പി എ എന്നും പി ബി എന്നൊക്കെ നമ്മുടെ ആവശ്യത്തിന് പേര് കൊടുത്തതാണ്. എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ദി ടാൻജൻസ് ഹാവ് ദി സെയിം ലെങ്ത് വെൻ ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. ഒരു എക്സ്റ്റേണൽ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിനോട് ചേർത്തങ്ങ് എഴുതിയത് അടുത്ത പേജിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സൗകര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പോയിന്റ്, ഒരേ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസിന് ഈക്വൽ. ഒരേ എക്സ്റ്റേണൽ പോയിന്റിൽ 2 ടാൻജൻസേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ആ 2 ടാൻജൻസിനും ഈക്വൽ ലെങ്ത് ആണെന്നാണ് ഇതിലൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ബുക്കിലോട്ട് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് എഴുതി ഫിഗർ വരച്ചിട്ട് വേണം. പ്രധാനപ്പെട്ടതാണിത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കി. എന്താ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞേക്കുന്നത്? പ്രൂവ് ചെയ്യേണ്ടത് ദി ലൈൻ ജോയിനിങ് ദി സെൻറ്ററും ആൻഡ് ദി പോയിന്റ് വെർ ദി ടാൻജൻസ് മീറ്റ്, പി എന്ന പോയിന്റും ടാൻജൻസ് മീറ്റ് ബൈസെക്ട്സ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി റേഡിയസ്. അതായത് ഒ എ ഒ ബി ഇവ ചേരുന്ന റേഡിയസിന് ഇടയ്ക്കുണ്ടാകുന്ന ആംഗിളിനെ ഒ പി എന്ന ലൈൻ ബൈസെക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദീസ് 2 ആംഗിൾസ് ആർ ഈക്വൽ. അത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് പി എയും പി ബിയും നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദീസ് 2 ആംഗിൾസ് ആർ ഈക്വൽ. ഈ 2 ആംഗിൾസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒ പി ബൈസെക്ട്സ് ആംഗിൾ എ ഒ ബി. ഒ പി എന്ന ലൈൻ ആംഗിൾ എ ഒ ബിയെ ബൈസെക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദി ലൈൻ ജോയിനിങ് ദി സെൻറ്റർ ആൻഡ് ദി പോയിന്റ് വെയർ ദി ടാൻജൻസ് മീറ്റ് ബൈസെക്ട്സ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി റേഡിയസ്. അതായത് ഈ ടാൻജൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റും റേഡിയസ് ജോയിൻ ചെയ്യുന്ന പോയിന്റും, അതായത് സെൻറ്ററും ടാൻജൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ ഒ പി എന്ന ലൈൻ ഈ റേഡിയസിനിടയ്ക്കുള്ള ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു. 2 ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നു. ഇനി അതിൻ്റെ തേർഡ് പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? പ്രൂവ് ദാറ്റ് ദിസ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ട് ഓഫ് ദി കോഡ് ജോയിനിങ് ദി പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്. അതായത് ഒ പി എന്ന ലൈൻ എ ബിക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ദാറ്റ് മീൻസ് ഇതിനിടയ്ക്കുള്ള ആംഗിൾ 90 ആണെന്നും പ്രൂവ് ചെയ്യണം. എ ക്യു ഇസ് ഈക്വൽ ടു ക്യു ബി എന്ന് പ്രൂവ് ചെയ്യുകയും വേണം. അതിനായിട്ട്
നോക്കിക്കേ, ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി, റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ. ആംഗിൾ എ ഒ ക്യു ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ ക്യു. ഇപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടി പറഞ്ഞ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണല്ലോ. ഇനി നോക്കിക്കേ, ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ഒ ക്യു, ട്രയാങ്കിൾ ബി ഒ ക്യു. ഈ രണ്ട് ട്രയാങ്കിളിലും ഒ ക്യു എന്നത് കോമൺ സൈഡാണ്. അപ്പോൾ ഒ ക്യു കോമൺ സൈഡാണ്. ഒ എയും ഒ ബിയും റേഡിയസ് ഓഫ് ദി സെയിം സർക്കിളാണ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആവും. എന്ത് വെച്ചിട്ട്? SAS തിയറം വെച്ചിട്ട്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ്, ദാറ്റ് മീൻസ് എ ക്യു ഇസ് ഈക്വൽ ടു ബി ക്യു. എ ക്യു ഇസ് ഈക്വൽ ടു ബി ക്യു. അത് കൂടാതെ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണല്ലോ ഒ എയും ഒ ബിയും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഇത് രണ്ടും. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവും അല്ലേ? ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ആയതുകൊണ്ട് എ ക്യൂവും ബി ക്യൂവും ഈക്വൽ ആണ്. ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളതായി. ഇനി ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആയതുകൊണ്ട് ആംഗിൾ എ ക്യു ഒയും ആംഗിൾ ബി ക്യു ഒയും ഈക്വലായി. ഈ രണ്ട് ആംഗിളിൻ്റെ പ്രത്യേകത എന്താ? ദേ ഫോം എ ലീനിയർ പെയർ. രണ്ട് ആംഗിൾസ് ഈക്വൽ, അവയുടെ സം 180. ഇപ്പോൾ ഓരോന്നും എത്ര വരും? 180യുടെ ഹാഫ്, ദാറ്റ് മീൻസ് 90 ഡിഗ്രി. അപ്പോൾ ഈ ഓരോ ആംഗിളും എത്ര വെച്ച് വരും? ആംഗിൾ എ ക്യു ഒ ഇസ് ഈക്വൽ ടു ബി ക്യു ഒ ഇസ് ഈക്വൽ 90 ഡിഗ്രി. ഇവയ്ക്കിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒ പി ആൻഡ് എ ബി ആർ പെർപെൻഡിക്കുലർ. ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് OP is a perpendicular bisector of angle at 90 degree, perpendicular. OP is perpendicular bisector of AB. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മളെ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ കോഡ് ആംഗിൾ ആൻഡ് ആർക്ക് എന്ന് പറയുന്ന പോർഷൻ്റെ 7th പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്തോളാൻ പറയുന്നുണ്ട്. ആ പ്രോബ്ലത്തിൽ പറയുന്നത് രണ്ട് കോഡുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് കോഡ്സ് വരച്ചിട്ട് ആ കോഡ്സിൻ്റെ വരുന്ന ആർക്കുകളുടെ സെൻട്രൽ ആംഗിളിൻ്റെ സം 180 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ പി ക്യു, അപ്പം നോക്കിയേ, ഇവിടെ വരുന്ന ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ x ഡിഗ്രിയും ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ y ഡിഗ്രിയുമാണെങ്കിൽ അവയ്ക്കിടയ്ക്ക് അവയുടെ സം എത്ര വരും? 180 ഡിഗ്രി വരും. x + y = 180 ഡിഗ്രി. ഇപ്പം രണ്ട് കോഡുകൾ മ്യൂച്വൽ അന്ന് നമ്മൾ ഉണ്ടായിരുന്ന ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്, ഓർമ്മയുണ്ടോ? ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ഈ ചെറിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ഇങ്ങനെ വരച്ചിട്ട് ഇവയുടെ സെൻട്രൽ ആംഗിളിൻ്റെ സം 180 ഡിഗ്രി. ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ x + y = 180 ഡിഗ്രി. അപ്പോൾ അത് വെച്ചിട്ട് x + y = 180 ഡിഗ്രി. ഇത് x ഡിഗ്രി ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എത്ര വരും? അതായത് പിയിലൂടെയും ക്യൂവിലൂടെയും ടാൻജൻസ് ആണ് ഇവിടെ മീറ്റ് ചെയ്യുന്നത്. അതും ഈ റേഡിയസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള റേഡിയസുമായിട്ടുണ്ട് രണ്ട് റേഡിയസും കൂടി ഉണ്ടാക്കുന്ന ആംഗിളും എങ്ങനെയാണ്? They are supplementary. അപ്പോൾ ഈ ആംഗിൾ ഇത് x ഡിഗ്രി ആണെങ്കിൽ ദി ആംഗിൾ D is 180 minus x. അതേപോലെ ആംഗിൾ B is 180 minus y. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ സപ്ലിമെൻ്ററി ആണെന്ന് കാണിക്കാൻ അതിൻ്റെ ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം 180 എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ആംഗിൾ B പ്ലസ് ആംഗിൾ D നോക്കിക്കേ. ആംഗിൾ B പ്ലസ് ആംഗിൾ D is equal to 180 minus x plus 180 minus y. That is 360 minus of രണ്ടിടത്തുനിന്ന് മൈനസ് കോമൺ എടുത്തു, മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 180 എന്നുണ്ട്. അപ്പോൾ 360 minus 180 is equal to 180. അപ്പോൾ ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾസിന് സം 180 മീൻസ് ABCD is cyclic. സർക്കിൾ എന്നുള്ള ചാപ്റ്റർ ശരിക്കും പഠിച്ചിട്ട് വേണം സർക്കിളും ടാൻജൻറ്റും കൂടെ
ജോയിൻ ചെയ്ത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. അത് പഠിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വേണം ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. ഇനിയും ഇതിലെ ഒരു കോഡ് ഡയമീറ്റർ ആയാൽ എന്ത് സംഭവിക്കും? ഒരു കോഡ് ഡയമീറ്റർ ആയാൽ നമുക്കറിയാം ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിൽ കൂടി വരയ്ക്കുന്ന ടാൻജൻസ് എങ്ങനെയായിരിക്കും? ദേ ആർ പാരലൽ. കിടക്കുള്ള ഇത് രണ്ടും പാരലായിരിക്കും. ഇത് രണ്ടും പാരലാകുന്നത് കൊണ്ട് ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം ഇറ്റ് ഈസ് എ ട്രപ്പീസിയം. പക്ഷേ ഈ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണ്. ഒരു ക്വാഡ്രിലാറ്ററൽ ട്രപ്പീസിയം ആകുകയും അത് സൈക്ലിക് ആകുകയും ചെയ്യുന്നുവെങ്കിൽ ഇറ്റ് ഈസ് എൻ ഐസോസറസ് ട്രപ്പീസിയം. അപ്പോൾ നമുക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് കോഡുകൾ, അതിൽ ഒരെണ്ണം ഡയമീറ്റർ ആകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? ഐസോസറസ് ട്രപ്പീസിയം ആയിരിക്കും. ഇനിയും രണ്ടും എന്താണെങ്കിൽ രണ്ടും ഡയമീറ്റേഴ്സ് ആണെങ്കിൽ, അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയമീറ്റേഴ്സാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പുറത്ത് കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ക്വയർ. ഈ പോർഷൻ നിങ്ങൾ ഒന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പടം ഇങ്ങനെ വരച്ച് കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ പടം വരച്ചിട്ട് നമ്മളന്ന് പ്രൂവ് ചെയ്തതാണ്. ഇവിടെ സെൻറ്ററിലോട്ട് വരച്ചിട്ട് സർക്കിൾസിനകത്ത് നമ്മൾ ചെയ്തതാണ്. അത് ഓർമ്മ വരുന്നില്ല എങ്കിൽ ഒന്നുകൂടി ഒന്ന് എടുത്തു നോക്കുക. ഓക്കെ.